മലയാള സിനിമ ഓണം സീസണിൽ തകർത്തു വാരി. ലോക മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച കളക്ഷനായി 300 കോടിയിലേക്ക് അടുക്കുമ്പം ഹൃദയപൂർവ്വം കുടുംബ സദസ്സിനെ വളരെ ഇഷ്ടപ്പെട്ട് ഏകദേശം ടോട്ടൽ ബിസിനസ് എല്ലാമായിട്ട് 100 കോടി കളക്ട് ചെയ്തു. അന്നേരം ഈ രണ്ട് സിനിമകൾ ഗംഭീരമായിട്ട് നിൽക്കുമ്പോഴാണ് അതിനുശേഷം വരുന്ന രണ്ട് പ്രമുഖരുടെ സിനിമകൾ തകർന്നടിയുന്ന കാഴ്ച കാണുന്നത്. അന്നേരം പ്രമുഖർ എന്ന് പറയുന്നത് ഇപ്പം ജിത്തു ജോസഫ്, നമുക്കൊരു മിനിമം ഗ്യാരണ്ടി ഉറപ്പെന്ന് പറയുന്ന സംവിധാനമാണ് ജിത്തു ജോസഫ്. ഈ ജിത്തു ജോസഫിന്റെ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ മിറാഷ് ഒരു സീരിയലിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഷോർട്സും കാര്യങ്ങളും വെച്ച് വെറും പരിപ്പുവട പടങ്ങൾ ഇറക്കരുത് എന്ന് പ്രേക്ഷകർ ഒരു മുന്നറിയിപ്പ് കൊടുത്തേക്കുന്ന ആളാണ് ജിത്തു ജോസഫ്. ഒരു പക്ഷേ നല്ല പ്രതിഭയുള്ള ഒരാളുണ്ട്, അടുത്ത ചിത്രത്തിലൂടെ ഉറപ്പായിട്ടും തിരിച്ചു വരുന്നതായിരിക്കും. പക്ഷേ വളരെ ശ്രദ്ധിച്ച് സിനിമ എടുക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പാണ്. ഇതേ അവസ്ഥയാണ് വിനീത് ശ്രീനിവാസൻ ഇന്നുണ്ടായിരിക്കുന്നത്. കരം എന്ന് പറഞ്ഞ സിനിമയും ഈ പറഞ്ഞ പോലെ വലിയ ബഡ്ജറ്റ്, വിനീത് ശ്രീനിവാസൻ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഇറക്കിയ സിനിമയാണ്. പക്ഷേ തകർന്നടിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ രണ്ട് സിനിമകളും വിനീത് ശ്രീനിവാസൻ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ സിനിമ വർഷങ്ങൾക്ക് ശേഷമുള്ള സിനിമ ധ്യാൻ ശ്രീനിവാസൻ അത്യാവശ്യം തള്ളിയതല്ലാതെ കൂടുതലും നെഗറ്റീവ് റിവ്യൂ വന്നൊരു സിനിമയാണ്. ഇനിയും വളരെ സൂക്ഷിച്ച് വേണം ഈ സമയരൊക്കെ അടുത്ത സിനിമയിലോട്ട് കിടക്കാൻ. കാരണം മലയാള സിനിമ അത്രമാത്രം, മലയാളി പ്രേക്ഷകർ അത്രമാത്രം മാറിക്കഴിഞ്ഞിരിക്കുന്നു.